ഹലോ, അപ്പം നമ്മൾ എൻ്റെ മോഡലായി ഞങ്ങളൊരു ഒരു സാധനം വിൽക്കാൻ പോവാ. ഒരു സ്ഥലം വരെ പോവാണ്. എവിടാന്നല്ലേ? ഹലോ ഡിയർ ആര്, നമ്മളിപ്പോൾ ചെമ്പരത്തി പൂ വിൽക്കാൻ പോവാ കേട്ടോ. നമ്മളെവിടേക്കാ പോകുന്നത്? ഇങ്ങോട്ട് വന്നേ. നമ്മളെവിടേക്കാ പോകുന്നത്? ആരുടെ തലക്കേക്കാണോ ചെമ്പരത്തി പൂ? ഞാൻ എൻ്റെ വീടിൻ്റെ പിറകിൽ നിന്ന് ഈ സാധനം എവിടെയൊക്കെ പോയി നോക്കിയെന്നറിയാവോ? ഞാൻ ചെമ്പരത്തിപ്പൂ, റെഡ് കളറിലെ ചെമ്പരത്തിപ്പൂ ഞങ്ങൾ കുറേ എടുത്ത് നോക്കി. പിന്നെയാണ് അത് മനസ്സിലായത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പൂവെല്ലയൊക്കെ പിച്ചി പിന്നെ അത് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് അത് നമ്മുടെ കൈ വെച്ച് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ച് തന്നെ തിരുമ്മി അതിൻ്റെ ജ്യൂസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ഉലുവ ഇല്ലേ, ഉലുവ ചതച്ചത് ഒന്ന് കുതിർത്തി ചതയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഉലുവ പൊടിയായാലും മതി. അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇട്ട് നിങ്ങളുടെ അമ്മ എഴുതിയാളെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തത് ടാബറിൻ്റെ ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിലോ ഏത് ഓയിലാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അതാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പ് വലിയ ഡ്രൈ ആവാതെ ഇരുന്നോളും. ഇത് നമ്മൾ തേച്ചിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ വെച്ചേക്കണം, ഒരു 20 മിനിറ്റെങ്കിലും വെച്ചേക്കണം. നല്ലതുപോലെ ഡാൻഡ്രഫ് ഉള്ളിടത്ത് നല്ലതുപോലെ മസാജ് ചെയ്തൊന്ന് ഇളക്കി കൊടുത്തിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. നല്ല താരനുണ്ടെങ്കിൽ ഒരു 2-3 വട്ടം ചെയ്യേണ്ടതായിട്ട് ഒരാഴ്ചയിൽ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.